വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്കാഡമി പ്ലാനറ്റ്. ഹോപ്പ് യു ഓൾ ആർ വെൽ. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു UGC നെറ്റ് പേപ്പർ 1-ൽ 10 യൂണിറ്റ്സ് ആണുള്ളത്. ആൻഡ് ടുഡേ വി ഡീൽസ് വിത്ത് യൂണിറ്റ് 1. അപ്പോൾ യൂണിറ്റ് 1-ൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ടീച്ചിങ്, what are the characteristics or requirements of teaching and what are the levels of teaching എന്നിവയാണ്. അപ്പോൾ നമുക്കിന്ന് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ടുഡേ വി ഡീൽസ് വിത്ത് യൂണിറ്റ് 1 പാർട്ട് 1. അപ്പോൾ ഇതിനകത്ത് വരുന്ന മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ടീച്ചിങ് കൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, ലെവൽസ് ഓഫ് ടീച്ചിങ്, മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിഫ്ലക്റ്റീവ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, കൺസെപ്റ്റ് ഓഫ് ടീച്ചിങ്. ഇറ്റ് ക്യാൻ ബി ഓഫ് 2 dimensions, ട്രഡീഷണൽ കൺസെപ്റ്റ് ആൻഡ് മോഡേൺ കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് പറയാം ടീച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് 2 ഡയമെൻഷൻസിലാണ്. ഒന്ന് ട്രഡീഷണൽ, 2 മോഡേൺ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം വാട്ട് ഈസ് ട്രഡീഷണൽ കൺസെപ്റ്റ്. It is the act of imparting instructions to the learners in the classroom situation. നമുക്കറിയാവുന്ന കാര്യം തന്നെ, ഒരു ക്ലാസ് റൂം സിറ്റുവേഷനിലുള്ളിൽ നിന്നുകൊണ്ട് ലേണേഴ്സിന് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഇൻസ്ട്രക്ഷൻസ് പകർന്നു കൊടുക്കുന്ന ഒരു രീതിയാണ് ടീച്ചിങ് എന്നതുകൊണ്ട് ട്രഡീഷണൽ കൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. Then second one is modern concept. It means leading the people to learn something and acquire desired knowledge and skill and thereby achieve a desirable way of living in the society. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ട്രഡീഷണൽ കൺസെപ്റ്റും മോഡേൺ കൺസെപ്റ്റും സെയിം ആണ്. പക്ഷേ മോഡേൺ കൺസെപ്റ്റിൽ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ഇതിലും പറയുന്നു സ്റ്റുഡൻസിനെ, ഇവിടെ പീപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസിനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിവ് നൽകുകയും ആൻഡ് അക്വയർ ഡിസൈർഡ് നോളജ് ആൻഡ് സ്കിൽ, ആ അറിവിലൂടെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നോളജോ സ്കില്ലോ നേടാനായിട്ട് സാധിക്കുന്നു. ആൻഡ് ദെയർ ബൈ അച്ചീവ് എ ഡിസൈറബിൾ വേ ഓഫ് ലിവിങ് ഇൻ ദ സൊസൈറ്റി, അതുവഴി സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു ഡിസൈറബിൾ വേ അച്ചീവ് ചെയ്യാനായിട്ടും നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ട് സാധിക്കുന്നു. ഇപ്പോൾ ട്രഡീഷണൽ കൺസെപ്റ്റിൽ പറയുന്നു കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻസ് പകർന്നു കൊടുക്കുന്നു. പക്ഷേ മോഡേൺ കൺസെപ്റ്റിൽ എന്താ, ആ ഇൻസ്ട്രക്ഷൻസ് പകർന്നു കൊടുക്കുന്നത് വഴി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നോളജോ സ്കില്ലോ അക്വയർ ചെയ്യാൻ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുവഴി സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു ഡിസൈറബിൾ അല്ലെങ്കിൽ സ്യൂട്ടബിൾ വേ അച്ചീവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അപ്പം ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് മോഡേൺ കൺസെപ്റ്റ്. ദെൻ വി ഗോ ത്രൂ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. അപ്പോൾ ഈ ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് താഴെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിസൈർഡ് ചേഞ്ചസ് ഇൻ പീപ്പിൾ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഹിയർ പീപ്പിൾ മീൻസ് സ്റ്റുഡൻസ്. സോ ഇറ്റ് മേക്ക് ഡിസൈർഡ് ചേഞ്ചസ് ഇൻ സ്റ്റുഡൻസ്. അതായത് നല്ല രീതിയിലുള്ള ടീച്ചിങ് ആണ് എങ്കിൽ ദാറ്റ് വിൽ മേക്ക് ചേഞ്ചസ് ഇൻ സ്റ്റുഡൻസ്. അപ്പം കുട്ടികളിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സഹായിക്കുന്നു. 2, ഷേപ്പ് ബിഹേവിയർ ആൻഡ് കോണ്ടക്റ്റ്. നല്ല രീതിയിലുള്ള ഒരു ബിഹേവിയറൽ പാറ്റേൺ അല്ലെങ്കിൽ കോണ്ടക്റ്റ് ഷേപ്പ് ചെയ്യാനായിട്ട് ഈ ടീച്ചിങ് സഹായിക്കുന്നുണ്ട്. 3, അക്വിസിഷൻ ഓഫ് നോളജ്. ഒരു കാര്യത്തെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഇൻഫോർമേഷൻ പകർന്നു കൊടുക്കുന്നത് വഴി ഇറ്റ് ഹെൽപ്സ് ടു അക്വയർ ന്യൂ നോളജ്. പുതിയ തരത്തിലുള്ള അറിവുകൾ സമ്പാദിക്കാനായിട്ട് ഈ ടീച്ചിങ് സഹായിക്കുന്നുണ്ട്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഇംപ്രൂവ് ലേണിംഗ് സ്കിൽ. അപ്പോൾ നല്ല രീതിയിലുള്ള ടീച്ചിങ് ആണ് എങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു ഇംപ്രൂവ് ദി ലേണിംഗ് സ്കിൽ. കുട്ടികളുടെ ലേണിംഗ് സ്കില്ല് ഒരു പരിധി വരെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ടീച്ചിങ് സഹായിക്കുന്നു. ദ ഫിഫ്ത്ത് വൺ ഈസ് ഫോർമേഷൻ ഓഫ് എ ബിലീഫ് സിസ്റ്റം. സമൂഹത്തിൽ നല്ലൊരു ബിലീഫ് സിസ്റ്റം ഫോം ചെയ്യാനായിട്ട് ടീച്ചിങ് സഹായിക്കുന്നുണ്ട്. ദ ലാസ്റ്റ് വൺ ഈസ് പ്രൊവൈഡ് എ സോഷ്യൽ ആൻഡ് എഫിഷ്യൻറ്റ് മെമ്പർ ടു എ സൊസൈറ്റി. പുതിയ പുതിയ കാര്യത്തെക്കുറിച്ച് അറിവ് നൽകിക്കൊണ്ട് സമൂഹത്തിന് നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മെമ്പറിനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ടീച്ചിങ് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലെവൽസ് ഓഫ് ടീച്ചിങ്. There are 3 levels. First one is memory level, second one is understanding level and third one is reflective level. അപ്പോൾ ടീച്ചിങ് ലെവൽസ് എന്ന് പറയുന്നത് ബ്രോഡ്ലി 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് മെമ്മറി, സെക്കൻഡ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് തേർഡ് വൺ ഈസ് റിഫ്ലക്റ്റീവ് ലെവൽ. നമുക്ക് ഫസ്റ്റ് നോക്കാം മെമ്മറി ലെവൽ. ദ മെമ്മറി ലെവൽ ഈസ് ഓൾസോ നോൺ ആസ്
തോട്ട്ലെസ് ടീച്ചിങ്. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ദാറ്റ് ഈസ് തോട്ട്ലെസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ ഞാൻ അത് പറയുന്നതാണ്. രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. It is also called thoughtful teaching. And the third one is reflective level. That is also called upper thoughtful teaching. നമുക്ക് ഫസ്റ്റ് ലെവൽ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് നോക്കാം. ഇറ്റ് വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ഹെർബർട്ട്, സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹെർബർട്ട്സ് മോഡൽ. അപ്പോൾ ഇത് പ്രൊപ്പൗണ്ട് ചെയ്തത് അല്ലെങ്കിൽ പുട്ട് ഫോർവേഡ് ചെയ്തത് ഹെർബർട്ട് ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹെർബർട്ട്സ് മോഡൽ. അതുകൊണ്ട് ഇതിനെ ഹെർബർട്ട്സ് മോഡൽ എന്നും അറിയപ്പെടാറുണ്ട്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഇമ്പാർട്ട് ഇൻഫോർമേഷൻ ടു ദ സ്റ്റുഡൻസ്. അപ്പോൾ ഈ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് ഇൻഫോർമേഷൻ പകർന്നു കൊടുക്കുക എന്നത് മാത്രമാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ട്രഡീഷണൽ കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതെന്ന് പറയുന്നത് ട്രഡീഷണൽ കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു ലെവലാണ്. മൂന്നാമത് ദ ലേണർ ഹാസ് ടു ലേൺ മെറ്റീരിയൽ. അപ്പോൾ ലേണർ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യണം? പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പഠിക്കുക. റീറ്റെയിൻ ദ മീനിങ് ഫുൾ മെറ്റീരിയൽ. അതിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അർത്ഥപൂർണമായിട്ടുള്ള കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നിലനിർത്തുക. ആൻഡ് റീപ്രൊഡ്യൂസ് ദാറ്റ് വെൻ നെസസറി. ആവശ്യമുള്ള സമയത്ത് ആ കാര്യങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യുക. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക, അതിൽ നല്ല കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്യുക, ആവശ്യമുള്ള സമയത്ത് അത് റീപ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഈ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു ലേണർ ചെയ്യേണ്ടത്. ദെൻ പിന്നെ പറയുന്നു ഇറ്റ് ഈസ് ടീച്ചർ ഡൊമിനേറ്റഡ്. ദാറ്റ് മീൻസ് ദ ടീച്ചർ ഈസ് ദ സുപ്രീം അതോറിറ്റി അണ്ടർ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. അപ്പം മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ സുപ്രീം അതോറിറ്റി അല്ലെങ്കിൽ ഡൊമിനേറ്റിംഗ് പവർ എന്ന് പറയുന്നത് ടീച്ചർ തന്നെയായിരിക്കും. ഹി ഓർ ഷീ പ്ലേസ് എ മേജർ റോൾ. അപ്പോൾ അവിടുത്തെ മേജർ റോള് കൈകാര്യം ചെയ്യേണ്ടത് ടീച്ചറാണ്. ഹി ഓർ ഷീ ഈസ് ദ അതോറിറ്റി ടു ഇൻസ്ട്രക്ട്, ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ ആൻഡ് ഇവാലുവേറ്റ് ദ സ്റ്റുഡൻസ്. അതായത് സ്റ്റുഡൻസിനെ ഇൻസ്ട്രക്റ്റ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനുമുള്ള അധികാരം 100% ടീച്ചറിന് മാത്രം ആയിരിക്കും. The learner has only a passive role. He is assumed to do as per the directions of the teacher. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ പൂർണ്ണ അധികാരം ടീച്ചറിനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ലേണർ എന്താ ചെയ്യണ്ടേ? ഈ ടീച്ചർ പറയുന്ന ഡയറക്ഷൻസ് അനുസരിച്ചാൽ മാത്രം മതി. സോ വി ക്യാൻ സേ ദാറ്റ് ദ റോൾ ഓഫ് ദി ലേണർ ഈസ് ഓൺലി പാസീവ്. അതുകൊണ്ട് തന്നെ ഈ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ സ്റ്റുഡൻറ്റിൻ്റെ റോളെന്ന് പറയുന്നത് പാസീവാണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ആക്റ്റീവ്. അയാൾ എന്ത് ചെയ്താൽ മതി? ആ ടീച്ചർ പറയുന്ന ഡയറക്ഷൻ അനുസരിച്ച് മൂവ് ചെയ്താൽ മതി. സോ ഹിസ് റോൾ ഈസ് ഓൺലി പാസീവ് ഹിയർ. The next one is memory level of teaching is of intrinsic nature. Here the students learn something due to external forces, not naturally. നമ്മൾ സ്വമേധയാ ഒരു കാര്യം പഠിക്കുവാണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഇൻട്രിൻസിക് നേച്ചർ. ഇനി നേരെ തിരിച്ച് ഏതെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സസ് കാരണമാണ് നമ്മളൊരു കാര്യം പഠിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എക്സ്ട്രിൻസിക്. അപ്പോൾ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ലേണേഴ്സിൻ്റെ റോളെന്ന് പറയുന്നത് പാസീവാണ്, ഫുൾ പവർ എന്ന് പറയുന്നത് ടീച്ചറിനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് നേച്ചറാണ്. അതായത് ടീച്ചറിൻ്റെ ഫോഴ്സ് കൊണ്ട് മാത്രമാണ് ഇവിടെ ലേണേഴ്സ് പഠിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്ട്രിൻസിക് നേച്ചർ മോട്ടിവേഷനാണ് നടക്കുക. അതായത് സ്റ്റുഡൻസ് സ്വമേധയാ പഠിക്കുകയല്ല, ടീച്ചർ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ലേണേഴ്സ് പഠിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഈസ് 10% എക്സ്ട്രിൻസിക് ഇൻ നേച്ചർ. അത് ലാസ്റ്റ് വൺ ഈസ് ഓറൽ ഓർ റിട്ടേൺ ടെസ്റ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഇവാലുവേഷൻ. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ഇവാലുവേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓറൽ അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്? അപ്പം നമുക്ക് മെറിറ്റ്സ് നോക്കാം. ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ യങ് ചിൽഡ്രൻ. അതായത് ചെറിയ കുട്ടികൾക്ക് എപ്പോഴും മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ് നല്ലത്. ആൻഡ് സെക്കൻഡ് വൺ യൂസ്ഫുൾ ഫോർ സ്ലോ ലേണേഴ്സ്. അതായത് ലേണിംഗ് കപ്പാസിറ്റി കുറവുള്ള കുട്ടികൾക്കും എപ്പോഴും മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആയിരിക്കും ബെറ്റർ. ദെൻ ഡിമെറിറ്റ്സ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹയർ ക്ലാസ്സസ്. അതായത് ഹയർ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല. ദെൻ ഡോമിനൻസ് ഓഫ് ടീച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഫുൾ ഡോമിനൻസ് അല്ലെങ്കിൽ ഫുൾ പവർ എന്ന് പറയുന്ന ടീച്ചറിനാണ്. സോ ദാറ്റ് ഈസ് എ ഡിമെറിറ്റ്.
ദെൻ ലിറ്റിൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചർ. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തി ടീച്ചറിനാണ് ഫുൾ അധികാരം. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസും ടീച്ചറും തമ്മിൽ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും. അത് ലാസ്റ്റ് വൺ ഈസ് നോ ചാൻസസ് ഫോർ ഇനീസിയേഷൻ ഫോർ ദ സ്റ്റുഡൻസ്. അതായത് സ്റ്റുഡൻസിന് മുമ്പിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ അവരുടെ ഇനീസിയേഷൻ മുമ്പോട്ട് കൊണ്ടുവരാനുള്ള ചാൻസസ് ഈ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ കുറവായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്. നമ്മൾ ഫസ്റ്റ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് പറഞ്ഞു. ഇനി രണ്ടാമത് പറയാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ആൻഡ് ദിസ് ഈസ് പ്രൊപ്പൗണ്ടഡ് ബൈ മോറിസൺ. ഇത് പുട്ട് ഫോർവേഡ് ചെയ്തത് മോറിസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എക്സ്പ്ലെയിൻ ദ സ്റ്റുഡൻസ് അബൌട്ട് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫാക്ട്സ്. നമ്മുടെ ഫസ്റ്റ് ലെവലിൽ നമ്മൾ പറഞ്ഞു ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഇമ്പാർട്ട് ചെയ്യുക മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ലെവലായ അണ്ടർസ്റ്റാൻഡിങ് ലെവലായപ്പോഴെന്താ Here the teachers explain the students about the relationship between principles and facts. അതായത് പ്രിൻസിപ്പിൾസും ഫാക്ട്സും തമ്മിലുള്ള ബന്ധം സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അണ്ടർ ദീസ് ദ മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ മച്ച് മോർ ദാൻ ദാറ്റ് ഓഫ് ദി മെമ്മറി ലെവൽ. അപ്പോൾ ആദ്യത്തതിൽ കാര്യം പറഞ്ഞു കൊടുക്കുന്നു, രണ്ടാമത്തെ ലെവലായപ്പോൾ എന്താ ആ കാര്യവും അതിൻ്റെ പുറകിലുള്ള പ്രിൻസിപ്പിൾസും ഫാക്ട്സും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദ മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഈസ് പോസിബിൾ. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടി ഈ ഒരു സെക്കൻഡ് ലെവലായ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ സാധ്യമാകും. മൂന്നാമത്തത് കോഗ്നിറ്റീവ് എബിലിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഡെവലപ്ഡ്. അവിടെ കോഗ്നിറ്റീവ് എബിലിറ്റി കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ, അണ്ടർ ദീസ് മെത്തേഡ് ദ സ്റ്റുഡൻസ് ബിക്കം ക്യാപ്പബിൾ ടു തിങ്ക് പ്രസൻറ്റ് തിങ്സ് ലോജിക്കലി ആൻഡ് അനലൈസ് ദം. അപ്പോൾ ഈ രണ്ടാമത്തെ ലെവലിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്നു, കാര്യങ്ങൾ ലോജിക്കലി പ്രസൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്നു, എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി സ്റ്റുഡൻസിന് ഈ ഒരു ലെവലിൽ ഉണ്ടാവുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ, ലേണേഴ്സ് ആർ ആക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ ലേണിംഗ് പ്രോസസ് സോ ദ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് വിൽ ബി മോർ എൻജോയബിൾ. ആദ്യത്തെ ഒരു മെമ്മറി ലെവലിൽ ഫുൾ ഡോമിനൻസ് ടീച്ചറിനായിരുന്നുവെങ്കിൽ സെക്കൻഡ് ലെവലായപ്പോൾ എന്താ ദർ ഈസ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. സെക്കൻഡ് ലെവലായപ്പം സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ലേണേഴ്സിന് കുറച്ചുകൂടി ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ലേണിംഗ് പ്രോസസ്സിൽ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് വിൽ മേക്ക് ദ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് മോർ എൻജോയബിൾ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്താ ടീച്ചറും സ്റ്റുഡൻസും തമ്മിൽ കുറച്ചുകൂടി ഒരു മിംഗ്ലിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ആസ്വാദകരമായിരിക്കും അല്ലെങ്കിൽ എൻജോയബിൾ ആയിരിക്കും. ദെൻ കോംപ്രിഹെൻസീവ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ ഇവാലുവേഷൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡിൽ ഓറൽ റിട്ടേൺ ടെസ്റ്റ് ആയിരുന്നു ഇവാലുവേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. പക്ഷേ സെക്കൻഡ് മെത്തേഡ് ആയപ്പം കുറച്ചുകൂടി കോംപ്രിഹെൻസീവ് മെത്തേഡ്സ് ഇവാലുവേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ദെൻ റോൾ ഓഫ് ദി ലേണർ ഈസ് നോട്ട് പാസീവ്. അപ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ലേണറിൻ്റെ റോളെന്ന് പറയുന്നത് നോട്ട് പാസീവ്, പാസീവ് അല്ല. Then there is interaction between teacher and learner within the framework set by the teacher. അപ്പോൾ രണ്ടാമത്തെ ലെവലായപ്പോഴത്തേക്കും എന്താ ലേണറും ടീച്ചറും തമ്മിൽ കുറച്ചുകൂടി ഇൻറ്ററാക്ഷൻ ഉണ്ട്. ബട്ട് ദാറ്റ് ഈസ് വിത്തിൻ ദ ഫ്രെയിംവർക്ക് സെറ്റ് ബൈ ദ ടീച്ചർ. പക്ഷേ അത് ടീച്ചർ സെറ്റ് ചെയ്യുന്ന ഒരു ചട്ടക്കൂടിനുള്ളിൽ ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ലെവലായപ്പോഴത്തേക്കും ടീച്ചറും സ്റ്റുഡൻസും തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. ബട്ട് ദ ഇൻട്രാക്ഷൻ ഈസ് ലിമിറ്റഡ് വിത്ത് ദ ഫ്രെയിംവർക്ക് സെറ്റ് ബൈ ദ ടീച്ചർ. ആ ടീച്ചർ സെറ്റ് ചെയ്ത ഫ്രെയിംവർക്കിൽ ഉള്ളിൽ ആയിരിക്കും. ദ തേർഡ് ലെവൽ ഈസ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെട്രോസ്പെക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. അപ്പോൾ ഇതിന് വേറൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്, ദാറ്റ് ഈസ് റെട്രോസ്പെക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ഇത് പല എക്സാമിനും ചോദിച്ചു കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ അനദർ നെയിം ഫോർ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്? അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. ദിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെട്രോസ്പെക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. സെക്കൻഡ് വൺ, ഇറ്റ് ഡിമാൻഡ്സ് ദ യൂസ് ഓഫ് ഹൈ മെൻ്റൽ പ്രോസസ്സസ് സച്ച് ആസ് റീസണിങ്, തിങ്കിങ്, ഇമാജിനേഷൻ എക്സെട്ര. അതായത് റിഫ്ലക്റ്റീവ് ലെവൽ ആയപ്പോഴത്തേക്കും അതെന്താ കുറച്ചുകൂടി റീസണിങ് അല്ലെങ്കിൽ തിങ്കിങ് അല്ലെങ്കിൽ ഇമാജിനേഷൻ കപ്പാസിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. 3, ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് റാഷണൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് വിത്തിൻ ദ സ്റ്റുഡൻസ്. അതായത് സ്റ്റുഡൻസിനുള്ളിൽ ഒരു റാഷണൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ഉണ്ടാക്കാനായിട്ട് ഈ മൂന്നാമത്തെ ലെവലായ റെട്രോസ്പെക്റ്റീവ് ലെവൽ അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് ലെവൽ സഹായിക്കുന്നുണ്ട്.
Then it develops the decision making ability of the students. അത് കുട്ടികളുടെ decision making ability develop ചെയ്യുന്നു. The learning is dynamic. Under this method, the students are provided with the problematic situations and they need to solve the problems independently. അതായത് ഇതിലെങ്ങനെയാണെന്ന് ചോദിച്ചാൽ the students are provided with some situations. കുറച്ച് സിറ്റുവേഷൻസ് സ്റ്റുഡൻസിന് കൊടുക്കുന്നു. and the students are required to solve the problems independently. അവരെന്ത് ചെയ്യണം? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. so we can say that the learning under retrospective level of teaching is purely dynamic. ഇത് ഡൈനാമിക് ആണെന്ന് പറയാം. ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഇൻട്രൻസിക് ഇൻ നേച്ചർ. ഞാൻ കഴിഞ്ഞ ഒരു പോർഷനിൽ പറഞ്ഞു വാട്ട് ഈസ് ഇൻട്രൻസിക്. അതായത് ഒരാൾ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു കാര്യം പഠിക്കുന്നത് ഇൻറ്റേർണൽ ഫോഴ്സസ് മൂലമാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻട്രൻസിക്. ഇവിടെ ഈ റിഫ്ലക്റ്റീവ് ലെവലിൽ കുട്ടികൾക്കൊരു സിറ്റുവേഷൻ കൊടുക്കുകയും അതിനെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് കണ്ടുപിടിക്കാനും പറയുന്നത് വഴി അവർക്ക് പഠിക്കാനുള്ള ഒരു ഇൻറ്റേർണൽ ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒരു ടീച്ചർ ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ റിഫ്ലക്റ്റീവ് ലെവൽ ഈസ് purely or 10% intrinsic in nature. We can see what are the merits and demerits of this reflective level of teaching. First merit, that is learner centered. നമുക്കറിയാം here the importance is 10% with the learner. ഇവിടെ ലേണറിനാണ് പ്രാധാന്യം കൂടുതൽ. രണ്ട്, ഡെവലപ്പ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു അവർക്കൊരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ കൊടുക്കുകയും അത് സോൾവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ടാക്കിൾ ചെയ്യാനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും ചെയ്യാൻ പറയുന്നു. ആൻഡ് ദാറ്റ് വിൽ ഇംപ്രൂവ് ദ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഓഫ് ദി സ്റ്റുഡൻസ്. മൂന്നാമത്തത്, ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് ക്രിയേറ്റിവിറ്റി കൂടുന്നു. ഫോർത്ത് വൺ, ഇറ്റ് ആക്ട്സ് ആസ് എ ടൂൾ ഫോർ സെൽഫ് മോട്ടിവേഷൻ. ഇതൊരു സെൽഫ് മോട്ടിവേഷൻ ടൂളായിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ വാട്ട് ആർ ദ ഡീമെറിറ്റ്സ്? ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോവർ ക്ലാസ്സസ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് അത്ര അനുയോജ്യമല്ല. ദറ്റ് ഈസ് വെരി ടൈം കൺസ്യൂമിങ്. ഒരുപാട് സമയമെടുക്കും. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡൾ സ്റ്റുഡൻസ്. അത് ഡള്ളായിട്ടുള്ള അല്ലെങ്കിൽ ലേണിംഗ് കപ്പാസിറ്റി കുറവുള്ള അല്ലെങ്കിൽ ബ്രില്യൻസ് കുറവുള്ള കുട്ടികൾക്ക് ഈ ഒരു മെത്തേഡ് അത്ര പ്രയോജനപ്രദം ആയിരിക്കില്ല. Then the next portion is what are the characteristics of teaching. ഒരു ടീച്ചിങ്ങിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? The teaching should provide guidance and training. അതായത് ടീച്ചിങ് എന്ന് പറയുന്നത് എപ്പോഴും നല്ല തരത്തിലുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കാൻ പാകത്തിനുള്ളതായിരിക്കണം. ദെൻ പ്രോപ്പർ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. അതായത് ഒരു ടീച്ചിങ് എഫക്റ്റീവ് ആവണമെങ്കിൽ ദർ ഷുഡ് ബി പ്രോപ്പർ ഇൻട്രാക്ഷൻ ഓർ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. ടീച്ചറും സ്റ്റുഡൻസും തമ്മിൽ നല്ല രീതിയിലുള്ള ഇൻട്രാക്ഷൻ ഉണ്ടാവണം. ദർ ഇസ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള ടീച്ചിങ് നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദ തേർഡ് വൺ, ഷുഡ് ബി able to encourage students. പഠിപ്പിച്ചാൽ മാത്രം പോരാ, we must be or a teacher must be able to encourage the students. കുട്ടികളെ എൻകറേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ഒരു നല്ല ടീച്ചിങ്ങിന് അല്ലെങ്കിൽ ഒരു നല്ല ടീച്ചറിന് ഉണ്ടാവണം. ഷുഡ് ബി ഏബിൾ ടു ഇമ്പാർട്ട് നോളജ് ദ സ്റ്റുഡൻസ്. പുതിയ അറിവുകൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നതാവണം ഒരു നല്ല ടീച്ചിങ് എന്ന് പറയുന്നത്. ഷുഡ് ബി ഏബിൾ ടു മോട്ടിവേറ്റ് ദ സ്റ്റുഡൻസിനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കണം. ആക്ട്സ് ആസ് എ ടൂൾ ടു ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു അഡ്ജസ്റ്റ് ഹിംസെൽഫ് വിത്ത് ദ സൊസൈറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. അതായത് താൻ എവിടെയാണോ ജീവിക്കുന്നത് ആ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ താൻ ഏത് സൊസൈറ്റിയിലാണോ ജീവിക്കുന്നത് ആ സൊസൈറ്റി അല്ലെങ്കിൽ സ്വയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും പകർന്നു കൊടുക്കുന്നതാവണം ഈ ടീച്ചിങ് എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടി എവിടെയാണോ ജീവിക്കുന്നത് ആ ഒരു പരിതസ്ഥിതിയുമായി അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയുമായി അഡ്ജസ്റ്റ് ചെയ്തു പോവാൻ ഒരു കുട്ടിയെ സഹായിക്കുന്ന ഒരു ടൂൾ ആയിരിക്കണം എപ്പോഴും ഒരു നല്ല ടീച്ചിങ് എന്ന് പറയുന്നത്. And the last portion is variables in teaching. There are 3 variables: dependent variable, independent variable and intervening variable. അതായത് ഒരു ടീച്ചിങ് എൻവയോൺമെൻറ്റിൽ 3 തരത്തിലുള്ള വേരിയബിൾസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഡിപ്പെൻഡൻറ്റ്, ദാറ്റ് ഈസ് സ്റ്റുഡൻറ്റ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റുഡൻ്റ് ആയിരിക്കും. ദ സെക്കൻഡ് വൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ടീച്ചർ ആയിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇൻ്റർവീനിങ് വേരിയബിൾ. ഹിയർ ദ ഇൻ്റർവീനിങ് വേരിയബിൾ ഈസ് എൻവയോൺമെൻറ്റ്. അതായത് ഏതൊരു എൻവയോൺമെൻറ്റിലാണോ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിൽ മിങ്കിൾ ചെയ്യുന്നത് ആ ഒരു എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറയുക. ദെൻ വാട്ട് ആർ ദ ബേസിക് റിക്വയർമെൻറ്റ്സ് ഇൻ ടീച്ചിങ്? ദിസ് ഈസ് ദ ലാസ്റ്റ് പോർഷൻ ഇൻ ദി പാർട്ട് 1 ഓഫ് യൂണിറ്റ് 1.
ഒരു ടീച്ചിങ്ങിന് വേണ്ട ബേസിക് റിക്വയർമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, പ്രൊഫഷണലിസം. ഒരു നല്ല ടീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളായിരിക്കണം. അതായത് ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയും കൂറുമുള്ള ഒരാളായിരിക്കണം ഒരു ടീച്ചർ. എന്നാൽ മാത്രമേ അയാളുടെ ടീച്ചിങ് എന്ന് പറയുന്നത് എഫക്റ്റീവായി മാറുകയുള്ളൂ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ്. ടീച്ചർ നന്നായിട്ട് മാത്രം കാര്യമില്ല, ദർ ഷുഡ് ബി പ്രോപ്പർ ഓർ സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ്. അതായത് ടീച്ചറും കുട്ടികളും കൂടി ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്യൂട്ടബിൾ ആയിരിക്കണം. ദെൻ മൂന്നാമത് പറയുന്നു ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ്. നമ്മൾ പറഞ്ഞു ടീച്ചർ നല്ല പ്രൊഫഷണൽ ആവണം. രണ്ടാമത് പറഞ്ഞു നല്ലൊരു എൻവയോൺമെൻറ്റ് ആവണം. അത് മാത്രം പോരാ, ദർ ഷുഡ് ബി പ്രോപ്പർ റിലേഷൻഷിപ്പ് ഓർ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ്. ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ദാറ്റ് മീൻസ് ദർ ഷുഡ് ബി ടു വേ കമ്മ്യൂണിക്കേഷൻ. അതായത് ടീച്ചർ സെൻറ്റേർഡ് ആയിരിക്കരുത്. ഹി ഷുഡ് ഓർ ഷീ ഷുഡ് പ്രൊവൈഡ് ചാൻസസ് ടു ദ സ്റ്റുഡൻസ് ഫോർ കമ്മിങ് അപ്പ്. അതായത് ഫ്രണ്ടിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ മുമ്പിലേക്ക് വരാനുള്ള ഒരു ചാൻസ് എപ്പോഴും നമ്മുടെ സ്റ്റുഡൻറ്റിന് നമ്മൾ കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ടീച്ചിങ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു സക്സസ് ആയി മാറുകയുള്ളൂ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് സ്റ്റുഡൻസ് ഡിസിപ്ലിൻ. അതായത് ഒരു ടീച്ചിങ് എൻവയോൺമെൻറ്റിൽ പലതരത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവണം. വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദ സ്റ്റുഡൻസ് ആർ കീപ്പിംഗ് ഡിസിപ്ലിൻ. എല്ലാ അർത്ഥത്തിലും കുട്ടികൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ടീച്ചിങ് എൻവയോൺമെൻറ്റ് സ്യൂട്ടബിൾ ആവുകയുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ ടീച്ചിങ് എഫക്റ്റീവ് ആവുകയുള്ളൂ. The last one is 100% dedication from the part of the teacher and student. ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ലേണേഴ്സിൻ്റെ ഭാഗത്തു നിന്നും 100% ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ ടീച്ചിങ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആവുകയുള്ളൂ. അതുവഴി നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം നടപ്പിലാവുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 1ൻ്റെ ഫസ്റ്റ് പോർഷനിലുള്ളത്. ഇതുകൊണ്ട് തീർന്നില്ല, കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് യൂണിറ്റ് 1ൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. സോ കീപ് വാച്ചിങ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് സബ്ദ സൈനിങ് ഓഫ്.